ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് ഇഫക്റ്റ് ഓഫ് ലോഡ് പവർ ഫാക്ടർ ഓൺ വാട്ട് മീറ്റർ റീഡിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് 3 ഫേസ് പവർ മെഷർമെൻറ്റ് ചെയ്യാമെന്ന് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നമ്മൾ 3 ഫേസ് പവർ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലോഡിൻ്റെ പവർ ഫാക്ടർ എങ്ങനെ വാട്ട് മീറ്ററിൻ്റെ റീഡിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് W1 എന്ന് പറഞ്ഞാൽ VL ഇൻറ്റു IL ഇൻറ്റു കോസ് 30 മൈനസ് 5 ആണ്. W2 എന്ന് പറഞ്ഞാൽ VL ഇൻറ്റു IL ഇൻറ്റു കോസ് 30 പ്ലസ് 5 ആണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ പവർ ഫാക്ടർ, ലോഡിൻ്റെ പവർ ഫാക്ടർ യൂണിറ്റി ആണെന്ന് കരുതാം. ലോഡ് പവർ ഫാക്ടർ യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പവർ ഫാക്ടർ കോസ് 5 ഈസ് ഈക്വൽ ടു 1 നമ്മൾ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 5 ഈസ് ഈക്വൽ ടു നമ്മൾ കോസിനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് 1 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ 5 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു അല്ലേ. 5 ഈസ് ഈക്വൽ ടു 0, കോസ് 5 1 ആണെങ്കിൽ 5 എന്തായിട്ട് മാറി 0 ആയിട്ട് വന്നു. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ 5ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. നമ്മൾ ഈ W1ലോട്ടും അതേപോലെ W2ലോട്ടും നമ്മൾ ഈ 5ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം W1 ഈസ് ഈക്വൽ ടു VL ഇൻറ്റു IL ഇൻറ്റു കോസ് 30 മൈനസ് 5 ആണ്. അപ്പോൾ ആ കോസ് 30 മൈനസ് 5ന്ന് 5ൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു 0 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് 30 മൈനസ് 0 എന്ന് പറഞ്ഞാൽ കോസ് 30 തന്നെ. അങ്ങനെ ആകുമ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് എന്ത് വരും, W1 ഈസ് ഈക്വൽ ടു VL ഇൻറ്റു IL ഇൻറ്റു കോസ് 30 നമുക്ക് കിട്ടി. കോസ് 30ൻ്റെ വാല്യൂ എന്താണ്, റൂട്ട് 3/2 ആണ്. റൂട്ട് 3/2 എന്ന് പറഞ്ഞാൽ VL ഇൻറ്റു IL നമുക്ക് കിട്ടി. സോ W1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, റൂട്ട് 3/2 ഇൻറ്റു VL ഇൻറ്റു IL എന്ന് കിട്ടി. W2 ആണെങ്കിൽ VL ഇൻറ്റു IL ഇൻറ്റു കോസ് 30 പ്ലസ് 5 ആയിരുന്നു W2 എന്ന് പറഞ്ഞാൽ. 5ൻ്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുത്താൽ VL ഇൻറ്റു IL ഇൻറ്റു കോസ് 30 പ്ലസ് 0, അതായത് കോസ് 30 തന്നെ വരും. സോ എന്തായിട്ട് മാറി ഇക്വേഷൻ VL ഇൻറ്റു IL ഇൻറ്റു കോസ് 30 ആയിട്ട് മാറി. കോസ് 30ൻ്റെ വാല്യൂ റൂട്ട് 3/2 ആണ് ഇൻറ്റു VL ഇൻറ്റു IL. അപ്പോൾ W1 കിട്ടി നമുക്ക് റൂട്ട് 3/2 ഇൻറ്റു VL ഇൻറ്റു IL ആണ്. W2 കിട്ടി റൂട്ട് 3/2 ഇൻറ്റു VL ഇൻറ്റു IL. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും നമ്മളെ പവർ ഫാക്ടർ, ലോഡിൻ്റെ പവർ ഫാക്ടർ യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ 2 വാട്ട് മീറ്ററും ഒരേ റീഡിംഗ് ആയിരിക്കും എന്ത് ചെയ്യുക, മെഷർ ചെയ്യുന്നുണ്ടാവാം. അതായത് 2 വാട്ട് മീറ്റർ റീഡിങ്ങും ഈക്വൽ ആയിരിക്കും, അതേപോലെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇതിൽ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 വാട്ട് മീറ്റർ റീഡിങ്ങും ഈക്വൽ ആയിരിക്കും, അതേപോലെ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പവർ ഫാക്ടർ ലോഡിൻ്റെ പവർ ഫാക്ടർ യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ 2 വാട്ട് മീറ്റർ റീഡിങ്ങും ഈക്വൽ ആൻഡ് പോസിറ്റീവ് ആയിരിക്കും. അതാണ് നമ്മൾ ഒന്നാമതായി ഡിസ്കസ് ചെയ്ത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. വെൻ ദ പവർ ഫാക്ടർ ഓഫ് ലോഡ് ഈസ് 0.5 ദെൻ കോസ് 5 ഈസ് ഈക്വൽ ടു 0.5 എന്ന് കൊടുത്തു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ 0.5 ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ 5 ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 0.5 നമ്മൾ ചെയ്തു. 5 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, നമുക്ക് 60 എന്ന് കിട്ടി. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 5ൻ്റെ വാല്യൂ W1ലും അതേപോലെ W2ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ W1ൽ ഈ 5ൻ്റെ സ്ഥാനം 60 എന്ന് കൊടുത്താൽ VL ഇൻറ്റു IL ഇൻറ്റു കോസ് 30 മൈനസ് 5 ആയിരുന്നു. 5ൻ്റെ സ്ഥാനത്ത് നമ്മൾ 60 എന്ന് കൊടുത്തു. സോ 30 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി. അതേപോലെ W2 ഉള്ള സ്ഥലത്ത് VL ഇൻറ്റു IL ഇൻറ്റു കോസ് 30 പ്ലസ് 5ൻ്റെ സ്ഥാനത്ത് 60 ഡിഗ്രി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ W1 ഈസ് ഈക്വൽ ടു VL ഇൻറ്റു IL ഇൻറ്റു കോസ് ഓഫ് മൈനസ് 30. 30 മൈനസ് 60 എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് 30 ആണ്. സോ കോസ് ഓഫ് മൈനസ് 30 എന്ന് വന്നു. കോസ് ഓഫ് മൈനസ് 30 എന്ന് പറഞ്ഞാൽ ശരിക്കും തന്നെയാണ് കോസ് 30ൻ്റെ അതേ വാല്യൂ തന്നെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, റൂട്ട് 3/2 എന്ന് വരും VL ഇൻറ്റു IL. കാരണം കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, കോസ് എക്സ് തന്നെയാണ്. സോ ഇവിടെ കോസ് ഓഫ് മൈനസ് 30 എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും, ശരിക്കും കോസ് 30 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റൂട്ട് 3/2 ഇൻറ്റു VL ഇൻറ്റു IL എന്ന് വന്നു. W2 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു VL ഇൻറ്റു IL ഇൻറ്റു കോസ് 30 പ്ലസ് 60 ആണ്. കോസ് 30 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ എന്താണ്, 90 എന്ന് വന്നു അല്ലേ. കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ W2 ഇൻറ്റു എന്ന് പറഞ്ഞാൽ കോസ് 90 0 ആയതുകൊണ്ട് VL ഇൻറ്റു IL ഇൻറ്റു 0 എന്ന് വന്നു. ടോട്ടൽ വാല്യൂ എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വാട്ട് മീറ്റർ W1 എന്താണ് ഇവിടെ പോസിറ്റീവ് ആണ്, W2 എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമ്മളെ പവർ ഫാക്ടറിൻ്റെ ലോഡിൻ്റെ പവർ ഫാക്ടർ 0.5 ആണെന്നുണ്ടെങ്കിൽ വാട്ട് മീറ്റർ 1 പോസിറ്റീവായിട്ട് റീഡ് ചെയ്യും, വാട്ട് മീറ്റർ 2 എന്തായിട്ട് മാറും, 0 ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നുണ്ടാവുക. സോ അത് മനസ്സിലാക്കി വെക്കുക. പവർ ഫാക്ടർ 0.5 ആകുമ്പോൾ W1 പോസിറ്റീവായിരിക്കും, W2 0 ആയിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. വെൻ പവർ ഫാക്ടർ ഇസ് 0 എന്ന് കരുതാം. പവർ ഫാക്ടർ 0 ആണെന്ന് കരുതാം.
പവർ ഫാക്ടർ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, കോസ് ഫൈ സിക്വൾ എന്ത് കൊടുത്തു, 0 എന്ന് കൊടുത്തു. ഫൈ സിക്വൾ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 0, ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ് 90 നമ്മൾ കൊടുത്തു. W1 is equal to VL into IL into cos 30 minus 90 എന്ന് വന്നു. അതേപോലെ W2 is equal to VL into IL into cos 30 plus 90 എന്നും വന്നു. അപ്പോൾ W1 is equal എന്തായിട്ട് മാറി, VL into IL into cos 30 minus 90 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി, cos minus 60 ആയിട്ട് മാറി. cos minus 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, ഇൻറ്റു VL into IL എന്ന് വന്നു. W2 എന്ന് പറഞ്ഞാൽ VL into IL into cos 30 plus 90 എന്ന് പറഞ്ഞാൽ 120 ആണ്. cos 120 എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 ആണ്, ഇൻറ്റു VL into IL. സോ W1 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു VL into IL ഉം W2 എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 ഇൻറ്റു VL into IL എന്ന് വന്നു. അതായത് വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എന്താണ്, ഈക്വൽ ആണ്, പക്ഷെ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ W1 പോസിറ്റീവാണ്, അതേപോലെ W2 എന്താണ് നെഗറ്റീവാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ റീഡിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു പവർ ഫാക്ടർ 0 ആകുന്ന സമയത്ത് രണ്ട് വാട്ട് മീറ്ററിന് റീഡിങ് ഈക്വൽ ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊരാൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ പവർ ഫാക്ടർ, ലോഡ് പവർ ഫാക്ടർ 0 ആകുമ്പോൾ ഈക്വൽ വാല്യൂ വാട്ട് മീറ്റർ റീഡിങ് ഈക്വൽ ആയിരിക്കും, പക്ഷേ നമ്മളെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേത് നെഗറ്റീവായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എങ്ങനെ നമ്മളെ ലോഡിൻ്റെ പവർ ഫാക്ടർ നമ്മളെ ഇതിനെ നമ്മളെ വാട്ട് മീറ്റർ റീഡിങ്ങിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് നമ്മളൊരു ബോക്സ് ആക്കി നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, ഇതിൽ കാണിച്ചിട്ടുണ്ട് കോസിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ 0.5 ആകുമ്പോൾ 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് 1 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കോസ് ഫൈ സിക്വൾ ടു 1 ആണ സമയത്ത് രണ്ട് റീഡിങ്ങും പോസിറ്റീവ് ആയിരിക്കും. കോസ് ഫൈ സിക്വൾ ടു 0.5 ആണ സമയത്ത് W1 പോസിറ്റീവ്, W2 നെഗറ്റീവ്, W2 0. കോസ് ഫൈ സിക്വൾ ടു 0 ആണ സമയത്ത് W1 പോസിറ്റീവ്, W2 എന്തായിട്ട് മാറി, നെഗറ്റീവായിട്ട് മാറി. നമ്മളൊരു ബോക്സ് ആയിട്ട് ഇവിടെ കാണിച്ചതാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് മെഷർമെൻറ്റ് ഓഫ് റിയാക്റ്റീവ് പവർ യൂസിങ് 2 വാട്ട് മീറ്റർ മെത്തേഡ്. നമ്മൾ 2 വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ആക്റ്റീവ് പവറാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എങ്ങനെ 2 വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിയാക്റ്റീവ് പവർ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു 3 ഫേസ് സർക്യൂട്ടിലുള്ള റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു VL ഇൻറ്റു IL ഇൻറ്റു sin φ ആണ്. നമ്മൾ tan φ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, tan φ സിക്വൾ ടു എന്താണ്, √3 ഇൻറ്റു W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2. നമ്മൾക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ടാകും, ഈ ഒരു ഇക്വേഷൻ ഇന്നലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പവർ ട്രയാങ്കിൾ അറിയാം. പവർ ട്രയാങ്കിളിൽ നമ്മൾ ഈ ഒരു പവർ ട്രയാങ്കിൾ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ, പവർ ട്രയാങ്കിൾ നമ്മൾ വരച്ചു, നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും പവർ ട്രയാങ്കിൾ. അപ്പോൾ ഈ ഭാഗം φ എന്ന് കൊടുത്താൽ താഴെയുള്ള ഭാഗം ആക്റ്റീവ് പവറാണ്, ഈ ഭാഗം റിയാക്റ്റീവ് പവറാണ്, ഈ ഭാഗം അപ്പാരൻ്റ് പവറാണ്, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും tan φ നമ്മൾ കണ്ടു. ഇപ്പോൾ tan φ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കറിയാം എതിർവശം ഡിവൈഡഡ് ബൈ സമീപവശമാണ്. അപ്പോൾ ഇവിടെ എതിർവശം എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവറാണ്, സമീപവശം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പവറാണ്. അപ്പോൾ ഇവിടെ റിയാക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ ആക്റ്റീവ് പവർ എന്നാണ് tan φ വരിക. അപ്പോൾ നോക്കാം, നമുക്ക് അറിയണ ഒരു ഇക്വേഷൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സമയത്ത് ടു വാട്ട് മീറ്റർ മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് tan φ കിട്ടിയിട്ടുണ്ടാകും √3 ഇൻറ്റു W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2 ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതേപോലെ നമ്മൾ ഈ ഒരു പവർ ട്രയാങ്കിൾ നമുക്കറിയാം tan φ സിക്വൾ ടു റിയാക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ ആക്റ്റീവ് പവർ ആണ് നമുക്കറിയാം. നമ്മൾ എന്താണ്, ഈ രണ്ട് ഭാഗത്തും tan φ ആണല്ലോ, ഇവിടെയും tan φ ആണ്, ഇവിടെയും tan φ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അപ്പുറത്തുള്ള രണ്ട് സൈഡും തന്നെ ആയിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി √3 W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2 ഈസ് ഈക്വൽ ടു റിയാക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ ആക്റ്റീവ് പവർ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. രണ്ട് ഭാഗത്തും tan φ ആയതുകൊണ്ട് ഇവിടെ √3 ഇൻറ്റു W1 മൈനസ് W2ഉം ഇവിടെ മുകളിൽ എന്താണ്, റിയാക്റ്റീവ് പവറാണ്. താഴെ W1 പ്ലസ് W2 ആണ്, ഇവിടെ എന്താണ്, ആക്റ്റീവ് പവറാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ രണ്ടും tan φ ആണല്ലോ. അപ്പോൾ റിയാക്റ്റീവ് പവർ സിക്വൾ ടു എന്തായിരിക്കും, √3 ഇൻറ്റു ഈ മുകളിലുള്ള ആളായിരിക്കും, √3 ഇൻറ്റു W1 മൈനസ് W2 ആയിരിക്കും. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ആളാരാണ്, W1 പ്ലസ് W2 ആയിരിക്കും. അപ്പോൾ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ √3 W1 മൈനസ് W2,
ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ W1 + W2. നമ്മൾ tan phi ഈക്വൽ ആയതുകൊണ്ട് ഈ അപ്പുറത്തെ സൈഡിലെ രണ്ടാളെയും എന്ത് ചെയ്തു നമ്മൾ ഈക്വലാക്കി മാറ്റി. അങ്ങനെയാണ് സമയത്ത് നമുക്കത് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്തു √3 W1 - W2 എന്ന് പറഞ്ഞാൽ എന്താണ്, റിയാക്റ്റീവ് പവറാണ്. അതേപോലെ W1 + W2 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആക്റ്റീവ് പവറാക്കി നമ്മൾ നോട്ട് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാലൻസ്ഡ് ലോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ റിയാക്റ്റീവ് പവർ കണ്ടുപിടിക്കാം? റിയാക്റ്റീവ് പവർ കാണാൻ വേണ്ടിയിട്ട് ഈ W1 - W2ൻ്റെ ഡിഫറൻസിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? √3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കെന്ത് കാണാൻ പറ്റും? നമുക്കിതിൻ്റെ റിയാക്റ്റീവ് പവർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ W1 - W2 നമുക്ക് 2 വാട്ട് മീറ്റർ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് W1ലെ റീഡിങ് മൈനസ് W2ലുള്ള റീഡിങ്, ആ റീഡിങ്ങിൻ്റെ ആൻസറിനെ ഫൈനൽ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുക? √3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. √3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? റിയാക്റ്റീവ് പവർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ റിയാക്റ്റീവ് പവർ = √3 × W1 - W2 നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2 വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് റിയാക്റ്റീവ് പവർ കണ്ടുപിടിക്കുക. 3 ഫേസിലുള്ള റിയാക്റ്റീവ് പവർ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിംഗിൾ വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ 1 വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു സർക്യൂട്ടിനകത്തുള്ള റിയാക്റ്റീവ് പവർ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഫിഗർ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു സ്റ്റാർ കണക്ഷനാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വാട്ട് മീറ്ററിൻ്റെ, ആ സിംഗിൾ വാട്ട് മീറ്ററിൻ്റെ ഒരു കറണ്ട് കോയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസിൽ നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അതേപോലെ പ്രഷർ കോയിൽ എന്ന് പറഞ്ഞാൽ കറണ്ട് കോയിൽ കണക്ട് ചെയ്യാത്ത മറ്റ് 2 ഫേസിലും കൂടെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രഷർ കോയിലിൻ്റെ 2 എൻഡുകളും കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ R എന്നുള്ള ഫേസിലാണ് കറണ്ട് കോയിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ പ്രഷർ കോയിൽ, അപ്പോൾ ആറിൻ്റെ ശേഷമുള്ള 2 കോയിലുകളാണ് വൈയും ബിയും. അപ്പോൾ കറണ്ട് കോയിൽ കണക്ട് ചെയ്യാത്ത 2 കോയിൽ പ്രഷർ കോയിലിൻ്റെ 2 എൻഡുകൾ കണക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞ്. അപ്പോൾ പ്രഷർ കോയിലിൻ്റെ ഒരു എൻഡ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തു, പിന്നെ വൈയിൽ കണക്ട് ചെയ്തു, ഒരു എൻഡ് ചെയ്തു നമ്മൾ ബിയിലും കണക്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മളതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്, വെക്റ്റർ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇത് VR ആണ്, ഇത് VI ആണ്, ഇത് VB ആണ്. നമുക്കറിയണ കാര്യം തന്നെ. അത് മൂന്നും തമ്മിൽ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ റിയാക്റ്റീവ് പവർ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിയാക്റ്റീവ് പവർ കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം റിയാക്റ്റീവ് പവർ കാണാനുള്ള ഇക്വേഷൻ ഇതിലുള്ള വോൾട്ടേജ് ഇൻറ്റു കറണ്ടും പിന്നെ ഇവിടെയുള്ള കോസ് വാല്യൂസ് നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് നമുക്കത് റിയാക്റ്റീവ് പവർ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അതിൽ റിയാക്റ്റീവ് പവർ കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വാട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ആറിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ അവിടെയുള്ള കറണ്ട്, പിന്നെ വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് വൈയിലും ബിയിലുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? VYB നമ്മൾ അവിടെ നോട്ട് ചെയ്തു. അതായത് കറണ്ട് IR ആണ്, വോൾട്ടേജ് വൈയിലും ബിയിലും കണക്ട് ചെയ്തുകൊണ്ട് VYB ആണ് നമ്മൾ നോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ VYBൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതേപോലെ അതിൻ്റെ ഫേസ് ആംഗിളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ VYB നമ്മൾ ഈ ഒരു വെക്റ്റർ ഡയഗ്രത്തിൽ വരച്ചു. അപ്പോൾ ഇവിടെ VRും VYയും അതേപോലെ VB നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊരു ചെറിയ ഫേസ് ഡിഫറൻസിൽ നമ്മൾ കറണ്ടും നോട്ട് ചെയ്തു, IRും IYയും അതേപോലെ IB നമ്മൾ നോട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് VYB ആണ്. VYB എന്ന് പറഞ്ഞാൽ VY - VB ആണ് VYB എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ VY ഉണ്ട്, നമുക്ക് -VB കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ +VB ഉണ്ട്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുന്നു, അതെന്തായിട്ട് മാറി? -VB ആയിട്ട് മാറി. പാരലലോഗ്രാം ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ VYൻ്റെയും VBൻ്റെയും റിസൾട്ടൻ്റ് ആയിക്കൊണ്ട് നമുക്ക് ആര് കിട്ടും? VYB കിട്ടി. ഇനി നോക്കാം, ഇവിടെ നോക്കാം, ആംഗിൾ നോക്കാം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ആംഗിൾ VYBയും അതേപോലെ IR ഉണ്ടാക്കുന്ന ആംഗിളാണ് നമുക്ക് വേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ള വോൾട്ടേജ് R ആണ്, അതേപോലെ വോൾട്ടേജ് എന്ന് കറണ്ട് എന്ന് പറഞ്ഞാൽ IR ആണ്, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VYB ആണ്. അപ്പോൾ നമ്മൾ വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. വാട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ വാട്ട് മീറ്ററിൽ ഉണ്ടാകുന്ന കറണ്ട് ഇൻറ്റു വാട്ട് മീറ്ററിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഇൻറ്റു കോസൈൻ ഓഫ് ദ ഈ വോൾട്ടേജിൻ്റെയും അതേപോലെ കറണ്ടിൻ്റെയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസിൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ വാട്ട് മീറ്റർ റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ IR നമുക്കറിയാം, VYB നമുക്കറിയാം, ഇനി ആ ആംഗിളാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ VYBയും അതേപോലെ IRും തമ്മിലുള്ള ആംഗിളാണ്. ആ VYBയും അതേപോലെ IR തമ്മിലുള്ള ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു.
വി ആറും വി വൈയും തമ്മിൽ ടോട്ടൽ ടോട്ടൽ എത്ര ഡിഗ്രി ഉണ്ട്? 120 ഡിഗ്രി ഉണ്ട്. ആ 120 ഡിഗ്രി നേരെ ഈക്വലായിട്ട് ആര് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ശരിക്കും ഈ വി ബി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം എന്തായിട്ട് മാറി? 60 ആയിട്ട് മാറി. ഈ ഒരു 60ൻ്റെ ഈ ഒരു 60 ഇവിടെ എന്തുണ്ട്? IR എന്നുള്ളൊരു 5ഉം ഇവിടെ ഡിഗ്രി ഉണ്ട്. അപ്പോൾ ആകെ 60 ആണ്. അതിൻ്റെ കൂടെ എന്തുണ്ട്? ഇവിടെ ഒരു 5 എന്നുള്ള ആളുകളുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഇവിടെ ഈ ഭാഗത്തും ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും തന്നെ ആയിരിക്കും, ഈ ആംഗിളും തന്നെ ആയിരിക്കും 60 ആയിരിക്കും. അതിന് നേർ പകുതിയിൽ ആരുണ്ട്? വി വൈ ബി ഉണ്ട്. അപ്പോൾ ഇതെന്തായിട്ട് മാറി? ഇവിടെ 30 ഡിഗ്രി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ 30 പ്ലസ് 60, ഈ 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വി വൈ ബി നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പോൾ ഈ 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി മൈനസ് എന്ത് ചെയ്യണം? ഈ 5 ചെയ്യണം. കാരണം നമുക്ക് ടോട്ടൽ ആംഗിൾ ആണല്ലോ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി മൈനസ് 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ വി വൈ ബിയും അതേപോലെ IR തമ്മിലുള്ള ആംഗിൾ കാണാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടത് വി വൈ ബിയും അതേപോലെ IRഉം തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. അപ്പോൾ വി ബി തമ്മിലുള്ള ആംഗിൾ ഇവിടെ 30 ഉണ്ട്. വി ബിയും VR തമ്മിലുള്ള ആംഗിൾ ആകെ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് വേണ്ട IR ആണ്. IRഉം VRഉം തമ്മിൽ എത്ര ഡിഗ്രി ഉണ്ട്? 5 ഉണ്ട്. അപ്പോൾ ടോട്ടലുള്ള ഈ 30 പ്ലസ് 60 എന്ത് കുറച്ചാൽ മതി? ഈ 5 കുറച്ചാൽ മതി. അപ്പോൾ 30 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ആണ്. അപ്പോൾ അതിന് 5 കുറക്കാന്ന് പറഞ്ഞാൽ 90 മൈനസ് 5 ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ നമുക്ക് കിട്ടി 90 മൈനസ് 5 ആണ്. അപ്പോൾ വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ വാട്ട് മീറ്ററുള്ള കറണ്ട് IR, വാട്ട് മീറ്ററുള്ള വോൾട്ടേജ് VYB, അതേപോലെ ഫേസ് എന്ന് പറഞ്ഞാൽ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 മൈനസ് 5 നമ്മൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ VYB ഇൻറ്റു അതാണ് നമ്മുടെ വോൾട്ടേജ് ഇൻറ്റു IR ഇൻറ്റു കോസ് ഓഫ് 90 മൈനസ് 5 എന്ന് കിട്ടി. അപ്പോൾ കോസ് ഓഫ് 90 മൈനസ് 5 എന്ന് പറഞ്ഞാൽ ഏതാണ്? ശരിക്കും WR ഇൻറ്റു VYB ഇൻറ്റു IR ഇൻറ്റു സൈൻ 5 ആയിട്ട് നമുക്കവിടെ കിട്ടി. അപ്പോൾ അതായത് വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് VYB ഇൻറ്റു IR ഇൻറ്റു സൈൻ 5 ആണ്. അതുതന്നെയാണല്ലോ എന്ത് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും. അപ്പോൾ ഒരു ഫേസിലുള്ള അല്ലെങ്കിൽ ആ ഒരു കറസ്പോണ്ടിങ് നമ്മൾ വാട്ട് മീറ്റർ കണക്ട് ചെയ്ത് കൊടുത്തുള്ള നമുക്ക് എന്ത് കിട്ടി? റിയാക്റ്റീവ് പവർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഒരു ലൈനിലുള്ള നമുക്ക് റിയാക്റ്റീവ് പവർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ റിയാക്റ്റീവ് പവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? VYB എന്ന് പറഞ്ഞാൽ ശരിക്ക് ഏതന്നെയാണ്? VL ആണ് അല്ലേ? അതേപോലെ IR എന്ന് പറഞ്ഞാൽ ഏതാണ്? ശരിക്ക് IR എന്ന് പറഞ്ഞാൽ ലൈൻ കറണ്ടാണ്, IL ആണ്. അതേപോലെ സൈൻ 5 എടുത്തു. അപ്പോൾ WR എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്ത വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ VL ഇൻറ്റു IL ഇൻറ്റു സൈൻ 5 ആണ്. അത് ഒരു ലൈനിലുള്ള നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളൂ? പവർ, റിയാക്റ്റീവ് പവർ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് 3 ലൈനിലും റിയാക്റ്റീവ് പവർ കാണുന്നെങ്കിൽ ടോട്ടൽ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു VL ഇൻറ്റു IL ഇൻറ്റു സൈൻ 5 ആയിരിക്കും. അതായത് ടോട്ടൽ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു വാട്ട് മീറ്റർ റീഡിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു സിംഗിൾ വാട്ട് മീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വാട്ട് മീറ്റർ റീഡിങ് നമുക്ക് എന്ത് തന്നെയായിരിക്കും? റിയാക്റ്റീവ് പവർ തന്നെ ആയിരിക്കും. അത് നമ്മൾ പ്രൂവ് ചെയ്തു. അതിലുള്ള കാണിക്കുന്ന റീഡിങ് എന്ത് തന്നെ ആയിരിക്കും? റിയാക്റ്റീവ് പവർ തന്നെ ആയിരിക്കും. അതൊരു സിംഗിൾ ലൈനിലുള്ള റിയാക്റ്റീവ് പവർ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ടോട്ടൽ സർക്യൂട്ടിലുള്ള റിയാക്റ്റീവ് പവർ കാണുന്നുണ്ടെങ്കിൽ ആ കിട്ടിയ വാട്ട് മീറ്റർ റീഡിങ്ങിന് എന്തുകൊണ്ട് ഗുണിക്കുക? √3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റിയാക്റ്റീവ് പവർ കാണാൻ പറ്റും. അപ്പോൾ ടോട്ടൽ റിയാക്റ്റീവ് പവർ എന്നാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ VL ഇൻറ്റു IL ഇൻറ്റു സൈൻ 5 ആണ്. ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു VL ഇൻറ്റു IL ഇൻറ്റു സൈൻ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റിയാക്റ്റീവ് പവർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ സിംഗിൾ വാട്ട് മീറ്റർ ഉപയോഗിച്ചു. ആ സിംഗിൾ വാട്ട് മീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന റീഡിംഗ് തന്നെ ആയിരിക്കും ഈ ഒരു സർക്യൂട്ടുള്ള 3 ഫേസ് സർക്യൂട്ടിലുള്ള റിയാക്റ്റീവ് പവർ തന്നെ ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആ വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ്? ശരിക്കും അത് അവിടെയുള്ള ഫേസ് ഡിഫറൻസ് കാരണം അവിടെ റീഡ് ചെയ്യുന്ന ഏതന്നെയാണ്? അവിടെ റിയാക്റ്റീവ് പവർ തന്നെ ആയിരിക്കും അവിടെ റീഡ് ചെയ്യുന്നുണ്ടാവുക. VL ഇൻറ്റു IL ഇൻറ്റു സൈൻ 5 എന്നുള്ള റിയാക്റ്റീവ് പവർ തന്നെ ആയിരിക്കും അവിടെ റീഡ് ചെയ്യുന്നുണ്ടാവുക. അത് നമ്മൾ പ്രൂവ് ചെയ്തു. അതിൻ്റെ വെക്റ്റർ ഡയഗ്രം നമ്മൾ വരച്ചു. ഇനി ഇതിനെ ജസ്റ്റ് നോട്ട് ഫോർ മെഷറിംഗ് ദ റിയാക്റ്റീവ് പവർ ദ വാട്ട് മീറ്റർ കണക്റ്റഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ദാറ്റ് ഈസ് കറണ്ട് കോയിൽ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് R ലൈൻ ആൻഡ് ദ പ്രഷർ കോയിൽ ഈസ് കണക്റ്റഡ് അക്രോസ് Y ആൻഡ് B ലൈൻസ്. നമ്മൾ കറണ്ട് കോയിൽ പിന്നെ Rൽ കണക്ട് ചെയ്തു, പ്രഷർ കോയിൽ Yലും Bയിലും നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രഷർ കോയിൽ വേണമെങ്കിൽ കറണ്ട് കോയിൽ വേണമെങ്കിൽ Yൽ കണക്ട് ചെയ്യാം. പ്രഷർ കോയിൽ എന്ത് ചെയ്താൽ മതി? Rലും Bയിലും കണക്ട് ചെയ്താൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു ലൈനിൽ കറണ്ട് കോയിൽ കണക്ട് ചെയ്യാം. മറ്റ് 2 ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രഷർ കോയിലാണ് കണക്ട് ചെയ്ത് വെക്കേണ്ടത്.
ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്രഷർ കോയിൽ ഈസ് വി ബൈ ബി. ഇപ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി ബൈ ബി ആയിരിക്കും. ആൻഡ് ദ കറണ്ട് ത്രൂ ദ കറണ്ട് കോയിൽ ഈസ് ഐ ആർ ആയിരിക്കും. കറണ്ട് കോയിലുള്ള കറണ്ട് എന്തായിരിക്കും? ഐ ആർ ആയിരിക്കും. വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ വി ബൈ ബി ഇൻറ്റു ഐ ആർ ഇൻറ്റു കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വി ബൈ ബി ആൻഡ് ഐ ആർ ആയിരിക്കും. വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ വി ബൈ ബി ഇൻറ്റു ഐ ആർ ഇൻറ്റു കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വി ബൈ ബിൻ്റെയും ഐ ആറിൻ്റെ ഇടയിലുള്ള കോസ് വാല്യൂ ആയിരിക്കും ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ ആ വെക്റ്റർ ഡയഗ്രത്തിൽ നമുക്ക് കോസ് വാല്യൂ 90-5 നമുക്ക് അവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി വൈ ബി ഇൻറ്റു ഐ ആർ ഇൻറ്റു കോസ് 90-5 കോസ് 90-5 സൈൻ 5 ആയിട്ട് മാറി. സോ ഡബ്ല്യു ആർ ഇസ്ക്വൽ വി വൈ ബി ഇൻറ്റു ഐ ആർ ഇൻറ്റു സൈൻ 5 ആണ്. വി വൈ ബി എന്ന് പറഞ്ഞാൽ വി എൽ ആണ്, ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ആർ ഇസ്ക്വൽ ടു വി എൽ ഇൻറ്റു ഐ എൽ ഇൻറ്റു സൈൻ 5 നമ്മൾ കൊടുത്തു. ഇവിടെ സ്റ്റാർ കണക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു വാട്ട് മീറ്റർ റീഡിംഗ് കിട്ടി. അത് തന്നെയാണ് ആ ഒരു കറസ്പോണ്ടിങ് ലൈനിലുള്ള എന്തുതന്നെയാണ് റിയാക്റ്റീവ് പവർ തന്നെയാണ്. നമുക്ക് ടോട്ടൽ റിയാക്റ്റീവ് പവർ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? √3 ഇൻറ്റു വി എൽ ഇൻറ്റു ഐ എൽ ഇൻറ്റു സൈൻ 5 ദരിസുകൾ തന്നെയായിരിക്കും. ടോട്ടൽ റിയാക്റ്റീവ് പവർ √3 ഇൻറ്റു വാട്ട് മീറ്റർ റീഡിംഗ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.